ഹലോ കൂട്ടുകാരെ, 117ാമത്തെ പേജ് മുതലാണ് ഇന്ന് പാഠം പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കാം, അൺചേഞ്ചിങ് ഡിഫറൻസ്. മേരിയുടെ വയസ്സ് 24-ഉം മേരിയുടെ ചേട്ടൻ്റെ വയസ്സ് ജോണിയുടെ വയസ്സ് 28 വയസ്സുമാണ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ ഇവരുടെയും രണ്ടുപേരുടെയും വയസ്സിൻ്റെ വ്യത്യാസം എന്തായിരിക്കും? മേരിയുടെ വയസ്സ് 24-ഉം ചേട്ടൻ്റെ വയസ്സ് 28-ഉം ആണെങ്കിൽ മേരിക്ക് 2 വർഷം കഴിയുമ്പോൾ 26 വയസ്സും ചേട്ടന് 30 വയസ്സായിട്ട് മാറുകയും ചെയ്യും. 3 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലോ 24-ൽ നിന്ന് 3 കുറച്ചാൽ 21-ഉം ചേട്ടൻ്റെ വയസ്സ് 28-ൽ നിന്ന് 3 കുറച്ചാൽ 25 വയസ്സുമാണ് ആവുന്നത്. ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇവരുടെ വയസ്സുകൾ എന്താണ് ഓരോ വർഷം കൂടുമ്പോൾ ആനുപാതികമായിട്ട് കൂടുകയും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ആനുപാതികമായിട്ടാണ് കുറയുകയും ചെയ്യുന്നത്. ഇവിടെ നോക്കാം വയസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ്. മേരിക്ക് 24 വയസ്സും ചേട്ടൻ എന്താണ് 28 വയസ്സുമാണ്. വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4 വർഷമാണ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞാണെങ്കിലും 26-ഉം 30-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 4 തന്നെയാണ്. 3 വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും എത്രയാണ്? 4 വയസ്സ് തന്നെയാണ് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ വയസ്സുകളുടെ കാര്യമാണ് പറഞ്ഞത്. സംഖ്യകൾ എടുക്കുകയാണെങ്കിലോ ഇവിടെ 2 സംഖ്യകളുണ്ട്. 285-ൽ നിന്ന് മൈനസ് ചെയ്യുകയാണ് 198. ആദ്യം എന്താണ് ചെയ്യുന്നത്? 285-ന്റെ കൂടെ 2 കൂട്ടുകയാണ്, 287 മാറി. 198-ന്റെ കൂടെ 2 കൂട്ടിയിട്ട് 200 മാറി. അപ്പോൾ 285 മൈനസ് 198 ചെയ്താലും 287 മൈനസ് 200 ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 87 ആണ് കിട്ടുന്നത്. അപ്പോൾ എന്തായിരിക്കും? ആ ഡിഫറൻസിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. മറ്റൊരു കണക്ക് കൂടെ നോക്കാം. 2 സംഖ്യകൾ എടുക്കുകയാണ്. 600, 358. 600-ൽ നിന്ന് 358 കുറയ്ക്കേണ്ടത്. അതിന് പകരം 600-ൽ നിന്ന് ആദ്യം 1 മൈനസ് ചെയ്യുകയാണ്, പിന്നീട് 358-ൽ നിന്ന് 1 കുറയ്ക്കുകയാണ്. കിട്ടുന്ന എത്രയാണ്? 357-ഉം 599-ഉമാണ്. അപ്പോൾ 600-ൽ നിന്ന് 358 കുറയ്ക്കുന്നതിന് പകരം 599-ൽ നിന്ന് 357 കുറച്ചാൽ മതി. കിട്ടുന്നത് എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും കിട്ടുന്നത്. 242 ഇവിടെ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ഇൻ യുവർ ഹെഡ്. ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം മനക്കണക്കായിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ചോദ്യം 453 മൈനസ് 196. മനക്കണക്കായിട്ടാണ് ചെയ്യേണ്ടത്. ഇതേപോലെ മനക്കണക്കായിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ 453-ൽ നിന്ന് 196 കുറയ്ക്കാൻ? അതിനുവേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുകയാണ്. ഇവിടെ 196-ന്റെ കൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ അത് 200 മാറും. 2 സീറോകൾ വന്ന സംഖ്യ ആയതുകൊണ്ട് കുറയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇവിടെ 200 മാറുമ്പോൾ 453-ന്റെ കൂടെ എന്ത് ചെയ്യണം? 4 കൂട്ടണം. 457 മാറി. 457-ൽ നിന്ന് 200 കുറയ്ക്കണം. അപ്പോൾ 400-ൽ നിന്ന് 200 കുറച്ചാൽ കിട്ടുന്നത് 200 അപ്പോൾ 257 ആൻസർ കിട്ടും. ശരിയല്ലേ? നമുക്ക് മനസ്സിൽ കണക്ക് കൂട്ടാൻ എളുപ്പമാണ്. 453-ന്റെ കൂടെ 4 കൂട്ടുകയാണ്. അതിൽ നിന്ന് 196-ന്റെ കൂടെ 4 കൂട്ടിയ കിട്ടുന്ന സംഖ്യ കുറയ്ക്കണം. 453 പ്ലസ് 4 വരുന്നത് 457 മൈനസ് ഇവിടെ എത്രയാണ്? 200 വരുന്നത്. അപ്പോൾ 57 എന്ന സംഖ്യ മനസ്സിൽ വെച്ചതിന് ശേഷം 400-ൽ നിന്ന് 200 കുറയ്ക്കാൻ എളുപ്പമല്ലേ? ബാക്കി വരുന്നത് 200. പിന്നീട് അതിൻ്റെ കൂടെ 57 കൂട്ടിയാൽ മതി. എത്രയാണ്? 257 ആൻസർ കിട്ടും. വളരെ സിമ്പിളായിട്ട് മനക്കണക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു കാൽക്കുലേഷൻ നമ്മൾ പഠിക്കുന്നത്. അടുത്ത കണക്ക് വരുന്നത് 388 മൈനസ് 189. 388 അവിടെ നിൽക്കട്ടെ. 189-ന്റെ കൂടെ 11 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? 189 പ്ലസ് 11 കൂട്ടുമ്പോൾ അത് 200 മാറി. മനക്കണക്കായി ചെയ്യാൻ പറ്റും. 200 മാറി. 388-ന്റെ കൂടെ 11 കൂട്ടിക്കഴിഞ്ഞാൽ 399 മാറി. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യേണ്ടത് 399-ൽ നിന്ന് 200. 300-ൽ നിന്ന് 200 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 100. അപ്പോൾ 100 പ്ലസ് 99 199 കിട്ടി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ചെയ്യുന്നത് ഇതാണ്. 388 പ്ലസ് 11 മൈനസ് 189 പ്ലസ് 11. 388 പ്ലസ് 11 399 മാറി. ഇവിടെ 189 പ്ലസ് 11 200 മാറി. 399-ൽ നിന്ന് 200 കുറയ്ക്കാൻ വളരെ എളുപ്പമാണ്. ആൻസർ കിട്ടുന്നത് 199. അടുത്ത സംഖ്യ നോക്കാം. 700 മൈനസ് 387. മനക്കണക്കായിട്ടാണ് ചെയ്യേണ്ടത്. 700
മൈനസ് 387. കുറയ്ക്കുമ്പോൾ പലപ്പോഴും പ്രശ്നം എന്താണ് വരുന്നത്? ഇവിടെ വരുന്ന 87 കുഴപ്പം അല്ലേ? 87 700-ൽ നിന്ന് കുറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, മനക്കണക്കായിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ കുറയ്ക്കേണ്ട സംഖ്യക്ക് 0 വരുത്താനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 87-ൻ്റെ കൂടെ 13 കൂട്ടിക്കഴിഞ്ഞാൽ അത് 100 മാറും അല്ലേ? 87 + 13 100. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? 400 മാറും. ഇവിടെ 713 മാറും. 700-ൽ നിന്ന് 400 കുറയ്ക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? 700-ൽ നിന്ന് 400 കുറച്ചാൽ കിട്ടുന്നത് 300. പിന്നീട് വരുന്ന ഒരു 13. അപ്പോൾ 313 കിട്ടും. ഒന്ന് ചെയ്ത് നോക്കാം. 700-ൻ്റെ കൂടെ 13 കൂട്ടേണ്ടത്. മൈനസ് 387 + 13. ഇവിടെ 713 മൈനസ് 400 കിട്ടി. 700-ൽ നിന്ന് 400 കുറച്ചാൽ 300. അപ്പോൾ 313 ആൻസർ കിട്ടും. അടുത്ത സംഖ്യ നോക്കാം. 1500 മൈനസ് 839. ഇവിടെയും പ്രശ്നമായിട്ട് വരുന്നത് 39 എന്ന സംഖ്യയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? 39-ൻ്റെ കൂടെ 61 കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? അത് 100 മാറും. അതാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടത്. 39-ൻ്റെ എത്ര സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ 100 കിട്ടും. ഇവിടെ ഒരു സംഖ്യ കൂട്ടിയാലോ കുറച്ചാലോ നമുക്കത് മനക്കണക്കായിട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് വലിയ സംഖ്യ തന്നെ ഞാനിവിടെ കൂട്ടുന്നത്. ഇവിടെ 39 കൂട്ടി അത് 100 മാറുമ്പോൾ റൈറ്റ് സൈഡിൽ എന്തായിട്ട് മാറി? 900 മാറുകയും ഇവിടെ 1561 മാറുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം? 561 നമ്മുടെ മനസ്സിൽ അവിടെ വയ്ക്കുക. 1000-ൽ നിന്ന് 900 കുറയ്ക്കാൻ വളരെ എളുപ്പമല്ലേ? 1000-ൽ നിന്ന് 900 കുറച്ച് കഴിഞ്ഞാൽ 100 ബാക്കി കിട്ടുന്നത്. അപ്പോൾ ബാക്കി വരുന്ന 561-ൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 100 കൂട്ടിയാൽ മതി. 661 എന്ന ആൻസർ കിട്ടും. ഒന്ന് ചെയ്തു നോക്കാം. 1500 + 61 മൈനസ് 839 + 61. ഇവിടെ 1561 മൈനസ് 900 എന്നായിട്ട് മാറി. അപ്പോൾ 1000-ൽ നിന്ന് 900 കുറയ്ക്കാൻ വളരെ എളുപ്പമാണ്. ബാക്കി വരുന്നത് 100. 100 561-ൻ്റെ കൂടെ കൂട്ടിയാൽ 661 എന്ന ആൻസർ കിട്ടും. ആദ്യത്തെ കണക്കിൽ 196-ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോഴാണ് 200 കിട്ടിയത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ വലതുവശത്ത് വരുന്ന 2 സംഖ്യകളാണ്. അവിടെ 0 വരുത്താനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ 87 വന്നപ്പോൾ കുറച്ച് വലിയ സംഖ്യ തന്നെ കൂട്ടി അത് ഇവിടെ 400 ആക്കാനും, അതേപോലെ തന്നെ ഇവിടെ 39 എന്ന സംഖ്യ 100 ആക്കി കഴിഞ്ഞാൽ വലിയ സംഖ്യയിൽ നിന്ന് 800 കുറയ്ക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എപ്പോഴും അതാണ് ശ്രദ്ധിക്കേണ്ടത്. 1 2 കൂട്ടുന്നതിന് പകരം വലിയ സംഖ്യകൾ കൂട്ടാം. 1 എന്ന സംഖ്യ ലെഫ്റ്റ് സൈഡിലും വലത് സൈഡിലും കൂട്ടിയാലും ഇനിയിപ്പോൾ 100 ഇടതുവശത്തും വലതുവശത്ത് കൂട്ടിയാലും ആൻസറിന് മാറ്റം വരുന്നില്ല. നമുക്കിത് ചെയ്യേണ്ടത് മനക്കണക്കായിട്ടാണ്. അതുകൊണ്ട് മനക്കണക്കായിട്ട് ചെയ്യാൻ ഏതാണോ ഈസി ആയിട്ട് വരുന്നത് അത്ര സംഖ്യ നമുക്ക് കൂട്ടാൻ ശ്രമിക്കാം.